ടർക്കിയിൽ നടന്ന നാറ്റോ സബ്മിറ്റിൽ ട്രംപിനെതിരെ ഒരു വധ ശ്രമം നടന്നു എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു ഖത്തർ കൊടുത്ത പ്ലെയിനിലാണ് ഇവിടെ നിന്ന് പോയത്. അവിടെ എത്തിയ ശേഷം പഴയ എയർഫോഴ്സ് വണ്ണിൽ കയറുകയും അതിൽ നിന്ന് നേരെ ഒരു ഫുഡ് ട്രക്കിൽ കയറി മറ്റൊരു വിമാനം അവിടെ അടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു C-32 ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വിമാനത്തിലാണ് അവിടെ നിന്നും പുറപ്പെട്ട് രക്ഷപ്പെട്ട് UK അദ്ദേഹം വന്നിറങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വാർത്തകളും സമ്മിശ്ര പ്രതികരണങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ വിമാനത്തിൽ അന്ന് മാർക്കോ റൂബിയോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മറ്റ് പ്രസ് കോറും അങ്ങനെയുള്ള അംഗങ്ങളും ഇതേ പഴയ വിമാനത്തിൽ തന്നെ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ ക്ലാൻഡസ്റ്റൈൻ സർവീസസ് ഉണ്ട് ടർക്കിക്കുള്ളിൽ. അപ്പൊ അവരാണ് അമേരിക്കൻ സീക്രട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഗ്രൂപ്പാണ് അമേരിക്കൻ സീക്രട്ട് സർവീസ്. അപ്പൊ അവർക്ക് ഈ ഒരു സന്ദേശം അവരുടെ ഇന്റലിജൻസ് ആണ് ഇസ്രായേലി ഇന്റലിജൻസ് ഫ്രം ടർക്കിക്കുള്ളിലെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ വിവരം കൊടുത്തത്. അപ്പൊ ആക്രമണ ശ്രമം തോളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടോ മിസൈല് സർഫസ് ടു എയർ, അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് അങ്ങനെ ഒരു ആക്രമണം നടത്തി എയർഫോഴ്സ് വണ്ണിനെ വീഴ്ത്തുകയായിരുന്നു ലക്ഷ്യം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വിമാനം മാറാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷേ ടർക്കി അവകാശപ്പെടുന്നത് ഇത് ശ്രദ്ധ തിരിക്കുന്നതിനും അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ട്രംപ് ഒരു ശക്തമായ നിലപാടെടുത്ത് ഇറാനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ കരുതിക്കൂട്ടി രചിച്ച ഒരു കഥയായിട്ടാണ് ടർക്കിയിലുള്ള ആൾക്കാർ, ടർക്കി സർക്കാർ ഇതിനെ വിലയിരുത്തുന്നത്. ഇതിൽ നമുക്ക് അറിയാവുന്ന പോലെ നമുക്കറിയാം ഈ ചിറ്റ് ചാറ്റ്സ്, പലതരത്തിലുള്ള ഇന്റലിജൻസ് സോഴ്സസ് വെച്ചിട്ട് ചിറ്റ് ചാറ്റ്സ് ഉണ്ട്, പലരും സംസാരിക്കുന്നതും സംവദിക്കുമായിട്ടുള്ള ആ ഒരു രേഖകൾ. അപ്പൊ ഇറാനിയൻ ഒഫീഷ്യൽസ് ഇതിനെപ്പറ്റി ചിറ്റ് ചാറ്റ് ചെയ്ത ഒരു സന്ദേശമാണ് ഇത്. ഇവർക്ക് ഈ സന്ദേശം ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇങ്ങനെ ഒരു സന്ദേശം ലഭിക്കാനായിട്ടുള്ള കാരണം അതിൽ നിന്നാണ് തോളിൽ നിന്നും ആക്രമിക്കുന്ന ഇങ്ങനെ നമ്മൾ കണ്ട ഒരു മിസൈല്, അത് ഈ പലതരത്തിലുള്ള റോക്കറ്റ് ഇത് ആയുധങ്ങളായിട്ട് വിമാനവേദ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്ന തോളിൽ നിന്നും ഇത് ചെയ്യുന്നത് RPG റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ്സ് പിന്നെ മിസൈൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആയുധം ഉപയോഗിച്ചാണ് എയർഫോഴ്സ് വണ്ണ് വീഴ്ത്താൻ ശ്രമിച്ചത്. എന്നാൽ ആ ഫസ്റ്റ് ഡീകോയ് എയർഫോഴ്സ് വണ്ണിനെ അതിൽ മാർക്കോ റൂബിയോ യാത്ര ചെയ്തിരുന്നു. ഒരു വിമാനത്തിനെതിരെ മാത്രമുള്ള ഒരു ആക്രമണ ശ്രമം അന്ന് ടർക്കിയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പോൾ അതിന്റെ കരുതൽ നടപടി എന്ന മാതിരിയാണ് ട്രംപിനെ ഒരു ചെറിയ മിലിറ്ററി വിമാനത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുത്തി ഫുഡ് ട്രക്കിൽ കയറ്റി ഈ വിമാനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ടുള്ള കാരണം. മറ്റൊരു വാദം ഇതുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ മാധ്യമങ്ങളിൽ നിലകൊള്ളുന്നത് സീക്രട്ട് സർവീസ്, അതായത് ഇത്രയും രഹസ്യ സ്വഭാവമുള്ള ഒരു വാർത്ത അത് ഉള്ളിൽ നിന്നും ചോർത്തി കൊടുക്കാതെ മാധ്യമങ്ങൾക്ക് ലഭിക്കില്ല. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത വാൾ സ്ട്രീറ്റ് ജേർണല്, അതിന്റെ പടിയായിട്ട് CNN എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ പ്രത്യേകമായിട്ട് മിലിറ്ററി സർക്കിൾസിൽ പറയുന്ന ചർച്ചിത്രമുള്ള രഹസ്യങ്ങൾ ആരാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത്? കാരണം ഇത്തരത്തിലുള്ള ടാക്ടിക്സ് പണ്ട് ബിൽ ക്ലിന്റൺ പാകിസ്ഥാനിൽ പോയപ്പോൾ ഡീകോയ് പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന ആ ലിമോസിൻ, അതിന് ബീസ്റ്റ് എന്ന് പറയാം. ചിലപ്പോൾ ആ ബീസ്റ്റിന്റെ ഉള്ളില് ട്രംപ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനത്തിലുള്ള പല സുരക്ഷാ നീക്കങ്ങളും സീക്രട്ട് സർവീസ് സ്വീകരിക്കാറുണ്ട്. അതുപോലെയാണ് പാകിസ്ഥാനിൽ പണ്ട് ബിൽ ക്ലിന്റൺ പോയ സമയത്ത് ഡീകോയ് പ്ലെയിൻ വന്നിറങ്ങുന്നു, എല്ലാവരും ഇത് ചെയ്യുന്നു. പക്ഷെ ആ പ്ലെയിനിൽ ഒരു ബിൽ ക്ലിന്റൺ ഉണ്ടായില്ല. തൊട്ട് പിറകെ വന്ന വെറും ഒരു വെള്ള വിമാനത്തിലാണ് ബിൽ ക്ലിന്റൺ വന്നിറങ്ങുന്നത്. അപ്പൊ അതൊക്കെ ഒരു സുരക്ഷാ നടപടികളാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു തന്ത്രങ്ങള് സീക്രട്ട് സർവീസും, അതായത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങള് ആരാണ് ചോർത്തി കൊടുക്കുന്നത്? നമുക്കറിയാം എല്ലായിടത്തും
ഒരു ഇതായിട്ട് നിൽക്കുന്നത് പത്രമാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത്, പ്രത്യേകമായിട്ട് അമേരിക്ക അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ പത്രമാധ്യമങ്ങൾ എല്ലാത്തിലും ചൂഴ്ന്നിറങ്ങി അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി ഇങ്ങനെ പുറത്തു കൊണ്ടുവരിക. അത് ന്യൂയോർക്ക് ടൈംസ് ആയിക്കോട്ടെ, വാഷിങ്ടൺ പോസ്റ്റ് ആയിക്കോട്ടെ, ഇത്തരത്തിൽ ഇപ്പോൾ ഇത് വാൾ സ്ട്രീറ്റ് ജേർണൽ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്തെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ്, നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു വലിയ പതിപ്പാണിത്. ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി അവർ ഇത്തരത്തിൽ അവർക്ക് ഓരോ ഏജൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ സീക്രട്ട് സർവീസിൽ അങ്ങനെയുള്ള ഏജൻസ് ഉണ്ടോ എന്നാണ് ഇന്ന് പല പത്രമാധ്യമങ്ങളും ചോദിക്കുന്നത്. അതായത് ആരാണിത് ചോർത്തി കൊടുത്തത്? അങ്ങനെ ഒരു രഹസ്യ നീക്കം നടക്കുകയാണെങ്കിൽ ഒരു 10 ആളിലും കൂടുതൽ അല്ലെങ്കിൽ 5 ആളിലും കൂടുതൽ ആൾക്കാരെ അറിയില്ല പ്രസിഡന്റ് ട്രംപ്. അതായത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും അറിയില്ല. ആ ഒരു 5 ആൾക്കാരെ അറിയുള്ളൂ. ഇതിലെ ഇറങ്ങി പോകുന്നു, ഫുഡ് ട്രക്കിൽ കയറുന്നു, ഫുഡ് ട്രക്ക് താഴേക്ക് ഇത് ചെയ്യുന്നു, പിന്നെ ഈ ട്രക്കിൽ മറ്റു വിമാനത്തിൽ കൊണ്ട് കയറ്റുന്നു. അത് ഈ 5 ആളിൽ നിന്നും 5-10 ആളിൽ നിന്ന് ആര് ചോർത്തി കൊടുത്തു എന്നുള്ളതാണ് മിലിറ്ററി മേഖലയിലുള്ള പലരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അത് വളരെ കാരണം തന്ത്രങ്ങൾ മറ്റുള്ളവർക്ക് ലോകത്തിന് പകർത്തി കൊടുക്കുക, പിന്നീട് ഒരു കാലത്ത് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ സംശയം ഉളവാക്കും എന്നുള്ളത് കൊണ്ടാണ് ഉള്ള തന്ത്രങ്ങളെ അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ഇതായിട്ട് തന്നെയല്ല. അത് ട്രംപിനെ അവഹേളിക്കുന്നതിന് വേണ്ടി CNN, MSNBC പോലെയുള്ള ഒളിച്ചു ഓടിപ്പോയി എന്നുള്ളൊരു ഇതിലേക്കും CNN പോലെയുള്ള മാധ്യമങ്ങളെ ഒളിച്ചോടുന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ട്രംപിനെ കരുതിക്കൂട്ടി പ്രൊവോക്ക് ചെയ്യുക, ഒരു പ്രകോപനം സൃഷ്ടിക്കുക. കാരണം ട്രംപ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഈഗോ ഹേർട്ടാവും. പെട്ടെന്ന് അതിനെതിരെ എന്തെങ്കിലും ഇപ്പൊ CNN ഫേക്ക് ന്യൂസ് എന്നൊക്കെ വിളിച്ച് പറയാം. അപ്പൊ അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും അമേരിക്കയില് സുലഭമാണ്. അപ്പൊ ഇത് റോക്കറ്റ് പ്രൊപ്പൽഡ് ഒരു മിസൈൽ സിസ്റ്റമാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. ഇസ്രായേൽ ഇന്റലിജൻസ് ആണ് കണ്ടെത്തിയത്. ടർക്കി അത് നിഷേധിക്കുന്നു. എന്നാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്.